Hi dears, Assalamu alaikum, welcome back. ഇന്നത്തെ നമ്മുടെ വീഡിയോ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കുന്നത് 1/2 kg കേക്കിന് വേണ്ടിയിട്ടുള്ള ബേസിക് സ്പോഞ്ച് കേക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ റെഡ് വെൽവെറ്റിനെ കുറിച്ച് ഒരുപാട് പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/2 kg ബേസ് വരുന്ന ഇനി 1 kgയുടെ പിന്നീട് ഒരിക്കലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുള്ളായിരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ചാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 7 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ്. അത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ 1/2 kg ഒക്കെ ആകുമ്പോൾ 6 ഇഞ്ചിൻ്റെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ. അപ്പോൾ ഞാൻ 7 ഇഞ്ചിൻ്റെ എടുത്തത് വേറൊരു കേക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് 7 ഇഞ്ച് എടുത്തിട്ടുള്ളത്. 6 ഇഞ്ച് ആകുമ്പോൾ നമുക്ക് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. 7 ഇഞ്ച് ആകുമ്പോൾ 2 ലെയേഴ്സായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 1/4 കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ബട്ടർ മിൽക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ മാറ്റി വെക്കട്ടോ. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഒരരിപ്പെടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് മൈദ വടിച്ചിട്ട് കറക്റ്റ് മെഷർമെൻറ്റിൽ എടുക്കുക. അതിനുശേഷം അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ ഇതുപോലെ വടിച്ചിട്ട് തന്നെ നമുക്ക് ഒഴിവാക്കാം. ആ 1 ടേബിൾ സ്പൂൺ നമുക്ക് വേണ്ട. ആ ഒഴിവാക്കിയ മൈദക്ക് പകരമായിട്ട് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മൈദക്ക് പകരം 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡർ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു റെഡ് കളറ് നമ്മുടെ ആ ഒരു കേക്ക് സ്പോഞ്ചിന് നല്ലൊരു റെഡ് കളർ കിട്ടും കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സിങ് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ കറക്റ്റ് ആ ഒരു ലെവലിൽ നമ്മുടെ ആ ഒരു കേക്ക് പൊങ്ങി വരുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ബുദ്ധിമുട്ടുള്ളവർ 2-3 തവണ അരിച്ചെടുത്താലും മതി. എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുക്കുക. ഒട്ടും വെള്ളമില്ലാത്ത ഒരു ബൗളെടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന കത്തിയിലായാലും മുട്ടയിലായാലും ഒന്നും ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ഒരു 40 സെക്കൻഡ് നമുക്ക് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പൊടിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര 1/4 കപ്പും പ്ലസ് 2 ടേബിൾ സ്പൂണുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മെൽറ്റ് ആവില്ല എന്ന് പേടിയുള്ളവർ പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ, 1/2 കപ്പ്. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബട്ടർ മിൽക്കിലേക്ക് നമുക്ക് എത്രയാണോ കളർ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാനൊരു 3 ഡ്രോപ്പ് കളർ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബട്ടർ മിൽക്കിൽ തന്നെ കളർ മിക്സ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്, ബാറ്റർ ലൂസായി പോകും. ഇത്രയും മതി. എന്നിട്ട് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1 ഡ്രോപ്പ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. റെഡ് വെൽവെറ്റിന് കുറച്ചുകൂടെ ഒരു കളർ വേണമല്ലോ. അപ്പോൾ ഞാൻ 1 ഡ്രോപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ കളർ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കുക. ഞാൻ ഇപ്പോൾ മാജിക് കളേഴ്സിൻ്റെ റെഡാണ് എടുത്തിട്ടുള്ളത്. അതാണ് എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഇതിന് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം. സ്പീഡിൽ ചെയ്യരുത്, സാവധാനം ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാം ഇട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ചെയ്തെടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള 7 ഇഞ്ചിൻ്റെ മോൾഡാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് 6 ഇഞ്ചിൻ്റെ മോൾഡിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അതൊരു സ്ക്വയർ ഉപയോഗിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് റിങ് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതൊരു 15 മിനിറ്റ് ആകുമ്പോഴേക്ക് ബേക്കായിട്ട് വരും. അതിനുശേഷം ഒന്ന് തണുത്ത ശേഷം ഞാൻ കത്തി വെച്ചിട്ടൊന്ന് റീമോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ അത് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 6 ഇഞ്ച് അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 ലെയറൊക്കെ മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു 7 ഇഞ്ചിൻ്റെയിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നതെന്ന്. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റായിട്ടാണ് ഇത് ഇരിക്കുന്നതെന്ന്. കണ്ടോ, ഇങ്ങനെ പിടിക്കുമ്പോൾ സമയത്തൊക്കെ ഇങ്ങനെ പഞ്ഞ് പോലെ ഇങ്ങനെ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് കിട്ടും. ഞാനത് കട്ട് ചെയ്തിട്ടും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇത് എത്രത്തോളം സോഫ്റ്റായിട്ട് ഇരിക്കുന്നതെന്ന്.
കണ്ടോ ഇതിങ്ങനെ തൊടുന്ന സമയത്ത് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. റിമാമീസ് കിച്ചൺ എന്ന് തന്നെയാണ് പേര്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്